എല്ലാവർക്കും ബിനൂസ് മലയാളം ട്യൂട്ടോറിയൽസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇവിടെ ഫ്രൂട്ട് ബാസ്ക്കറ്റ് കാണാം നമുക്ക് അല്ലേ, അതായത് ആപ്പിൾ, ഓറഞ്ച്, കിവി അങ്ങനെ ഡിഫറെന്റ് ഫ്രൂട്ട്സ് ഉള്ള ഫ്രൂട്ട് ബാസ്ക്കറ്റ്. ഈ ഫ്രൂട്ട് ബാസ്ക്കറ്റ് വെച്ച് എങ്ങനെയാ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക നോക്കാം. കമ്പ്യൂട്ടർ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. അതിന് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രൂട്ട്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി സ്ട്രക്ട് എന്ന് പറയുന്ന ഒരു കീവേഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്ട്രക്ട് ഫ്രൂട്ട്സ്. കാരണം ഇവിടെ നമ്മൾ ഫ്രൂട്ട്സിന്റെ സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സ്ട്രക്ചറിന് നമുക്ക് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന പേര് കൊടുക്കാം. സ്ട്രക്ട് ഫ്രൂട്ട്സ്. ഇനി സ്ട്രക്ചറിലെ എലമെന്റ്സ് എന്തെല്ലാമാണ്? അതായത് ഓരോ ഫ്രൂട്ടിന്റെ നെയിം, പ്രൈസ്, കളർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ എൻ്റർ ചെയ്യണം അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ക്യാർ നെയിം ഓഫ് 20 സെമിക്കോളൻ, അതിനുശേഷം അതിന്റെ പ്രൈസ് കൊടുക്കണം. അതിനുവേണ്ടി ഫ്ലോട്ട് പ്രൈസ് സെമിക്കോളൻ. പിന്നീട് അതിന്റെ കളർ വേണം, ക്യാർ കളർ ഓഫ് 20. അതിനുശേഷം ആ സ്ട്രക്ചർ നമ്മൾ എഴുതുന്നു, ക്ലോസ് ചെയ്യുന്നു, ഒരു സെമിക്കോളൻ ഇടുന്നു. ഇങ്ങനെയാണ് ആ സ്ട്രക്ചർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഇനി സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് എലമെന്റ്സ് കൊടുക്കണം, അല്ലെങ്കിൽ എലമെന്റ്സ് ആക്സസ് ചെയ്യണം. അതിന് വേരിയബിൾസ് വേണമല്ലോ. വേരിയബിൾസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി ആ സ്ട്രക്ചറിന്റെ പേര് എന്താണോ അത് നൽകുക. അപ്പോൾ ഇവിടെ സ്ട്രക്ചറിന്റെ പേര് ഫ്രൂട്ട്സ് എന്നാണ്. സ്ട്രക്ചറിന്റെ പേര് സ്പേസ് വേരിയബിൾസ്, ദെൻ F1, F2. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള വേരിയബിൾ നെയിംസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ബിനൂസ് മലയാളം ട്യൂട്ടോറിയൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ലഭ്യമാണ്. അടുത്ത വർഷത്തെ +2 കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്